ചാച്ചാജി പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂള് എൻ്റെ സുഹൃത്ത് സനജൻ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ നടത്തുന്ന സ്ഥാപനമാണ്. നെഹ്റുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ചാച്ചാജി പബ്ലിക് സ്കൂൾ എന്ന ഒരു പേര് അദ്ദേഹം അതിന് നൽകിയത്. ഒരു ഗ്രാമത്തിൻ്റെ നടുവിൽ ഒരു ചെറിയ സ്കൂളാണ്. സാധാരണക്കാരായ ഒരുപാട് പേരുടെ മക്കൾ പഠിക്കുന്നു. അതിനേക്കാൾ ഉപരി വലിയ പളവളായ്പും വലിയ കുടൂടായ്പും ഒന്നുമില്ലെങ്കിലും ആത്മാർത്ഥമായി സനജനും പിന്നെ കുറച്ച് അധ്യാപകരും അധ്യാപികമാരുമൊക്കെ അവിടെ ആ കുഞ്ഞു സ്കൂളിനെ മനോഹരമായൊരു ഇടമാക്കി മാറ്റുന്നതിന്, ആ കുട്ടികൾക്ക് നല്ലൊരു പഠനാനുഭവം നൽകുന്നതിനും ജീവിതാനുഭവം നൽകുന്നതിനും നന്നായി ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുന്നത് കൊണ്ടുകൂടിയാണ് ഈ കഥയ്ക്കൊരു പ്രസക്തിയുള്ളത്. ഈ മകൻ്റെ പേര് ഗൗരീഷ് എന്നാണ്. അവൻ ഈ ചാച്ചാജി പബ്ലിക് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മാരാരിത്തോട്ടം എന്ന് പറയുന്ന പ്രദേശത്ത് തയ്യിൽ വടക്കതിൽ ആശയുടെയും ഷാനിൻ്റെയും മകനാണ്. ഇനി അവന് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ ഈ ദൃശ്യങ്ങളാണ് അതിനുത്തരം. അവൻ സ്കൂളിൽ വരുമ്പോൾ അവൻ്റെ ക്ലാസ്സിലെ ഒത്തിരി കുട്ടികൾക്ക് നോമ്പുണ്ട്. അവരുടെ മുന്നിൽ ഭക്ഷണം കഴിക്കാനും ആഹരിക്കാനും ഒക്കെ അവന് മനസ്സ് വരുന്നില്ല. അവൻ്റെ മനസ്സിൽ ആ അകലത്തിനേക്കാൾ അവരോട് ഐക്യപ്പെടുന്നതാണ്, സ്നേഹപ്പെടുന്നതാണ് നല്ലതെന്ന് ആ മനസ്സ് പറയുന്നു. അങ്ങനെ ആ മകനും നോമ്പെടുക്കുന്നു. ഈ വിശുദ്ധ റമദാനിലെ എല്ലാ നോമ്പുകളും അവൻ കൂട്ടുകാരോടൊപ്പം കൂടി നോമ്പനുഷ്ഠിച്ചു. അത് ചെയ്തതെന്തിനെന്ന് ഒറ്റ വാക്കിൽ അവൻ ഉത്തരവുമുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാരും നോമ്പ് പിടിച്ചോണ്ടാ സ്കൂളിൽ വരും. അതുകൊണ്ട് അമ്മമാരുടെ മുമ്പ് എനിക്ക് കഴിക്കാൻ എനിക്ക് വിഷമം. അതുകൊണ്ട് ഞാനും മൊത്തം നോമ്പ് പിടിച്ചു. എൻ്റെ വീട്ടുകാരും എൻ്റെ കൂടെ സപ്പോർട്ടാണ്. ഇതുകൊണ്ടാണ് ഈ പറയുന്ന മകൻ നോമ്പെടുത്തത്. അങ്ങനെ നോമ്പെടുക്കുന്നത് കൊണ്ട് അവൻ്റെ വിശ്വാസം മാറണമെന്നോ മാറുമെന്നോ മാറാൻ പാടുണ്ടെന്നൊന്നുമുള്ള അഭിപ്രായം എനിക്കില്ല. എന്ന് മാത്രമല്ല, ഇനി നോമ്പെടുത്തില്ലെങ്കിൽ പോലും വേറൊരാളിൻ്റെ വിശ്വാസത്തോട്, അവരുടെ ആചാരങ്ങളോട് ഒരു വിദ്വേഷമില്ലാത്ത മനസ്സോടെ നോക്കിക്കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു മഹാകാര്യമാണ്. മനുഷ്യർ തമ്മിൽ കൊല്ലുകയും പരസ്പരം ചാവുകയും വെട്ടിക്കൊല്ലുകയും ചെയ്യേണ്ട ഒരു ലോകമല്ലല്ലോ നമുക്ക് ഈ ജീവിതമായി തന്നിരിക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു സുഹൃത്തായ ഡോക്ടർ എനിക്ക് അയച്ചു തന്ന ഒരു വോയിസ് ക്ലിപ്പ് കൂടി കേൾക്കാം. അതും ഈ നോമ്പുമായി പ്രസക്തിയുണ്ട്. ഞാനൊരു ഡോക്ടറാണ്, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ്. പാലക്കാട് ജില്ലയിൽ സർക്കാർ സർവീസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം നമ്മുടെ അടുത്ത് പല വിധത്തിലുള്ള കുട്ടികളും വരാറുണ്ട്. ചിലപ്പം മാതാപിതാക്കളായിരിക്കും കൊണ്ടുവരുന്നത്, ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പം ഇന്ന് ഒപ്പിയിൽ വന്നപ്പം ഒരു കുട്ടിയതുപോലെ ഒരു സ്ത്രീ, 50 വയസ്സൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്ന ഒരു സ്ത്രീയാണ്. അവരൊരു 5 വയസ്സിലെ കുഞ്ഞിനെ കൊണ്ട് വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ അമ്മയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാന്ന് പറഞ്ഞു. അമ്മയാണോ എന്ന് ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു. അപ്പം അതിന് ശേഷം അവരെ കഥയൊക്കെ പറയാൻ തുടങ്ങി. 26 കൊല്ലം കാത്തിരുന്നിട്ട് കിട്ടിയ കുട്ടിയാണ്. അവർ 2 വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2ാമത്തെ വിവാഹമാണ്. 10 വർഷമായി ഈ വിവാഹം കഴിഞ്ഞിട്ട്. അപ്പം അതിനു മുമ്പും ഈ വിവാഹത്തിൽ ഒക്കെ അവർ പലവട്ടം IVF അടക്കമുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി ഉണ്ടാവാൻ. പക്ഷെ അതൊന്നും സക്സസ്ഫുൾ അല്ലാത്ത കാരണം പിന്നെ അവരത് നിർത്തി. 46-47 വയസ്സിനോട് അടുത്തപ്പം ഇങ്ങനെ മെൻസസ് ഒക്കെ നിന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് അവർ നിൽക്കുമ്പം അവർ ഇങ്ങനെ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പം ടെസ്റ്റ് നോക്കിയപ്പോൾ അവർ ഒരു പോസിറ്റീവായിട്ട് കണ്ടു, യൂറിൻ ടെസ്റ്റിൽ. അങ്ങനെ ഒരു പരിചയത്തിലുള്ള ഒരു മുസ്ലിം സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പൊ ആ മുസ്ലിം സ്ത്രീ ഇവരെ ഉപദേശിച്ചു, ഇവരുടെ വിഷമമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ നോമ്പെടുത്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 3 വർഷം തുടർച്ചയായിട്ട് നോമ്പെടുത്തു. അങ്ങനെ ആ 3 വർഷം കഴിഞ്ഞ് നോമ്പ് കഴിഞ്ഞിട്ടുള്ള പെരുന്നാളിനാണ് അത്ര ഈ കുട്ടി ജനിച്ചത്. അപ്പൊ അവരത്രയും നല്ല എന്താ പറയുക, നമ്മൾ ഈമാനോട് കൂടെ എന്നൊക്കെ പറയുന്നത് അത്രയും ഭയങ്കര ഈമാനോട് കൂടിയിട്ടാണ് അവർ ആ നോമ്പെടുത്തത്. അത്ര വിശ്വാസം എനിക്ക് അവരെ ആ മുഖത്ത് കാണാൻ പറ്റും. അവർ സംസാരിക്കുമ്പോഴും അവരുടെ മനസ്സിലത് എത്ര ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ അവർ ഈ കുട്ടി ജനിച്ച ശേഷം അവർ ഇനി തുടർച്ചയായിട്ടും ഇനിയും എടുക്കും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പം സംസാരിക്കുമ്പോൾ അവർ ഈ ഒരു ആശങ്കയും കൂടെ അവർ പങ്കുവെച്ചു. കാരണം കുട്ടി ഇനിയിപ്പോൾ എത്ര കാലം അവരുണ്ടാവും, അങ്ങനത്തെ ഒരു തോന്നലൊക്കെ അവർക്ക് വരുമല്ലോ സ്വാഭാവികമായിട്ട് ഇത്രയും പ്രായമായി. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു തീരുമാനം ദൈവത്തിന് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടല്ലേ ഈ പ്രായമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുട്ടിയെ ദൈവം തന്നത്. അപ്പൊ മുന്നോട്ടുള്ളതിലും ദൈവത്തിന് തീരുമാനം എന്തായാലും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ അതെ ആ ഒരു ആയുസ് ആരോഗ്യം കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ അവർ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ഒരു
ക്യൂരിയോസിറ്റിക്ക് അവരോട് ചോദിച്ചു. അപ്പൊ നമ്മളൊക്കെ നോമ്പെടുക്കുന്ന വെച്ചാൽ നമ്മളെ വീട്ടിലെ സാഹചര്യം, നമ്മൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നോമ്പെടുക്കാൻ തുടങ്ങും ചെറുപ്പം തൊട്ടേ. നിങ്ങൾക്ക് എന്തായിരുന്നു അതിനുള്ളൊരു പ്രചോദനം ഉണ്ടായിരുന്നത്? എന്താണ് അതിനോട് തോന്നുന്നത്? അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ ഭയങ്കര ആശ്വാസമാണ്, എനിക്കത് ഭയങ്കര വിശ്വാസമാണെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഞാൻ നോമ്പ് നോക്കിയിട്ട് എനിക്ക് എന്റെ 3 കാര്യങ്ങൾ സാധിക്കാണ്ട് 2 സാധിച്ചു, 3ാമത്തെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചില്ല എന്താണ്. അപ്പൊ എന്തായാലും അവരുടെ മനസ്സിൽ ഭയങ്കര ഈമാനുണ്ട്, അവരുടെ മുഖത്തും അത് നന്നായിട്ട് കാണാനുണ്ട്. അവരുടെ വീട്ടിൽ അവരുടെ ഹസ്ബൻഡും വെക്കാൻ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈസിയാ കണ്ടു, ശരിക്കും അത് ഞാൻ അനുഭവിച്ചു. ഒരാൾ മുഖത്തുനിന്ന് അത് പറഞ്ഞു കേട്ടോ. കാരണം പലരെയും നോമ്പ് നോക്കുന്ന മറ്റു സമുദായത്തിലുള്ളവരൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഒരു ഈമാനോട് പറയുന്ന ഒരാളെ വേറെ കണ്ടിട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് ഷെയർ ചെയ്തതാണ്. ഇതാണ് ആ ഡോക്ടർ പറഞ്ഞത്. ഇത് എല്ലാവരും വിശ്വസിക്കാനോ വിശ്വസിപ്പിക്കാനോ അല്ല പറഞ്ഞത്, മറ്റു മതസ്ഥർക്കുള്ള പാഠമായിട്ടുമല്ല. ഇസ്ലാം മത വിശ്വാസികൾ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ ഓരോ നോമ്പും ആ നോമ്പിനെ കാത്തിരിക്കലും, ഇപ്പോൾ ഒരു നോമ്പ് പൂർത്തിയായി, അടുത്ത നോമ്പിനായി എത്ര ഇഷ്ടത്തോടെയാണ് കാത്തിരിക്കുന്നതെന്നും എത്ര ഉള്ളറിഞ്ഞാണ് ഈ നോമ്പ് എടുക്കുന്നതെന്നും ഒക്കെ ഉള്ളതിൻ്റെ ഒരു ഗുണപാഠം കൂടി ഇതിലുണ്ട്. ബാഹ്യമായി കാണിക്കലല്ലോ നോമ്പ്, അല്ലെങ്കിൽ തടി കുറയാനും കൊഴുപ്പ് കുറയാനും ശരീരം വഴങ്ങാനും വേണ്ടിയല്ലല്ലോ നോമ്പ്. ആ സൂക്ഷ്മതയുടെ ചിന്തയിൽ തനിക്ക് ലഭിച്ച ഒരു നന്മയുടെ നന്ദി പ്രകടനത്തിൽ എത്ര ആഴത്തോടാണ് ആ സഹോദരി പ്രതികരിച്ചത് എന്നുള്ളത് വിശ്വാസികൾക്കൊരു പാഠമാകാൻ വേണ്ടി മാത്രമാണ്. ഏതായാലും ഈ 2 നോമ്പനുഭവങ്ങൾ കൂടി ഈ വർഷത്തെ നോമ്പിൻ്റെ ഭാഗമായി നിങ്ങളുമായി പങ്കുവെക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപ്പെരുന്നാളിൻ്റെ സ്നേഹാശംസകൾ.